ഹലോ, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. നല്ല വാളമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി ഇതാ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പുളിയും കൂടി ഇട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. തേങ്ങ, 3-4 ചുവന്നുള്ളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇതിന് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്ത് ഇതാ ചട്ടിയിലോട്ട് അരപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മീൻകറിക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഈ ഒരു ഉണ്ടമുളകാണ് കേട്ടോ. നല്ല വയലറ്റ് കളറിൽ നമ്മുടെ ടെറസിൽ നട്ട് വളർത്തിയ ഉണ്ടമുളകാണ്. നല്ല മണവും ആവശ്യത്തിന് എരിവുമാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച മീൻകറിക്ക് ഉണ്ടമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണല്ലോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ 2-3 ഉണ്ടമുളകും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും തക്കാളിയും കൂടെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ആ മിക്സിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിലും ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. കുടംപുളി നന്നായിട്ട് കുതിർക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതാ ചട്ടിയിലോട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഈ ഒരു കൂട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ആഡ് ചെയ്യാവൂ. ഈ സമയത്ത് വേണമെങ്കിൽ തിളയൊക്കെ വന്ന് കുറുകി മീനൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല. തേങ്ങ അരച്ച മീൻ കറിക്ക് അതിൻ്റെ തന്നെ എണ്ണ തെളിഞ്ഞ് വന്നിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഹെൽത്തി ആയിരിക്കും, ഓയിൽ കുറവായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നന്നായിട്ട് മീൻകറി ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടാൻ മറക്കല്ലേ.